ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിച്ചൂസ് മലയാളം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ബ്രൈറ്റനിങ് ആക്കാനും ചിലർക്ക് ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടാവും, അതായത് പിമ്പിൾ വന്ന പാടുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് മാറാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറും. പക്ക ആയുർവേദികമായിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്ര അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടാണ്. ഞാൻ തന്നെ കണ്ടിട്ട് റിസൾട്ടാണ് ഞാൻ തന്നെ അന്തം വിട്ട് പോയിട്ടുണ്ട്. അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള കളർ കിട്ടും. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്യാനുള്ള, അതായത് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രമാണ് വേണ്ടത്. പിന്നെ അത് അളക്കാനുള്ള ഒരു ചെറിയ സ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അളക്കാൻ പറ്റുന്നതിനനുസരിച്ചുള്ള ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്ത് കൈ പിടിക്കും. ഞാനിതിപ്പോൾ ഷോപ്പിലുള്ള ഒരു സ്പൂണാണ്. അതിൻ്റെ ചെറിയ വലുതുണ്ട് ചെറുതുണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ അതിന് ചെറിയ കുഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിറച്ചെടുക്കുക. അപ്പോൾ ആ ഒരു അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ ഒരു ചെറുത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? മഞ്ചിഷ്ടയാണ് കേട്ടോ. മഞ്ചിഷ്ട ആണ് നമുക്ക് ആദ്യം വേണ്ടത്. മഞ്ചിഷ്ട ഞാൻ ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് നല്ല പൊടിച്ച്, ഇനിയിപ്പോൾ വീട്ടിൽ വെച്ച് പൊടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബെറ്റർ. എനിക്ക് വീട്ടിൽ വെച്ച് പൊടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ നല്ല മഞ്ചിഷ്ടേൻ്റെ പൗഡർ കിട്ടിയിട്ട് അത് ഒരു ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ അളവ് പാത്രത്തിൻ്റെ കാര്യം, ആ ഒരു അളവ്, ആ ഒരു സ്പൂണിൽ ഒരു അളവ് അളന്നിട്ട് അതിൻ്റെ ഞാൻ ഒരു സ്പൂൺ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. ആ ഒരു കുഞ്ഞു സ്പൂണിൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് ആ ഒരു സ്പൂണ് കറക്റ്റ് അളന്നെടുക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം, രക്തചന്ദനമാണ് കേട്ടോ വേണ്ടത്. രക്തചന്ദനം അതും നമ്മളിപ്പോൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുക്കുക. പിന്നെ അടുത്തത് വേണ്ടത് ഇരട്ടിമധുരമാണ് കേട്ടോ. അപ്പോൾ ഇരട്ടിമധുരം എന്നൊക്കെ പറഞ്ഞാൽ ഈ മഞ്ചിഷ്ട ഇരട്ടിമധുരം, നമ്മളെ ചന്ദനം, അതായത് രക്തചന്ദനം, ഇതൊക്കെ നമ്മളെ സ്കിന്നിന് ഏറ്റവും നല്ല സാധനം കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വേണ്ടത് നമുക്ക് വേമ്പട്ട എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, അത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ച് കിട്ടുന്ന സാധനമാണ് ഈ ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ ഞാൻ പൊടിച്ച സാധനമല്ല, ഇതിപ്പോൾ നമുക്ക് നല്ലോണം കൈകൊണ്ട് ഞെരടിയാൽ തന്നെ നന്നായിട്ട് പൊടിയും. ഞാൻ അതിന് നിന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒഴിക്കേണ്ടത് ഒന്നെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര്. ഈ രണ്ട് സാധനത്തിൽ ഒന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ മാത്രമായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ ചിലർക്ക് അലർജീസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലർക്ക് റോസ് വാട്ടർ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ചിലർക്ക് തൈര് പറ്റാത്ത ആൾക്കാരുണ്ടാവും, ചിലർക്ക് പാല് പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇതൊന്നും പറ്റാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സാധനം എന്നുള്ളത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അടുത്തത് യൂസ് ചെയ്യാൻ പോകുന്നത്, അടുത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. കാരണം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ആ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും നന്നായിട്ട് ഈ ഒരു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സംഭവത്തിൽ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? വേമ്പട്ട എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സാധനം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം റോസ് വാട്ടർ യൂസ് ചെയ്യുന്നവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുക. അത് അലർജിയുള്ള ആൾക്കാർക്കാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? തലേ ദിവസം ഈ ഒരു സാധനം, അതായത് ഈ വേമ്പാട എന്നൊക്കെ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കളറും ചേഞ്ച് ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു വെള്ളം നമ്മൾ ഈ ഫേസ് പാക്ക് മിക്സ് ചെയ്യുന്നത് ഒന്നും കൂടെ ബെനിഫിറ്റ് കൂടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പറ്റാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ലാസ്റ്റ് എന്ത് ചെയ്യണം? നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോണ പണി. അതായത് നമ്മൾ ഇത് നന്നായിട്ട് മുഖം വാഷ് ചെയ്യണം കേട്ടോ. ആദ്യം മുഖം വാഷ് ചെയ്ത് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. മുഖം വാഷ് ചെയ്ത്
ഫേസ് വാഷ് ഇട്ടതിന് ശേഷം നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട് നമ്മളെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാഫും കാര്യങ്ങളൊന്നും ഷോപ്പിൽ അന്ന് ലീവായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് എന്താണ് അവർക്കെന്തോ സുഖമില്ലാത്തൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഷോപ്പിൽ നിന്ന് അവർ വന്നിട്ടില്ല. അപ്പോൾ വെറുതെ ഇരുന്നപ്പോഴാണ് ഈ ഒരു എന്താണ് നമ്മൾ ഈ പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മുടീൻ്റെ ഭാഗം നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം. ആ മുടി നമ്മളെ മുഖത്തേക്ക് ആവാത്ത രീതിയിൽ നമ്മൾ സെക്യൂർ ചെയ്യണം. അപ്പോൾ ഞാനൊരു ബണ്ണാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒരു ഹെയർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട്. ഇത് ഞാൻ കഴുത്തിലേക്ക് ഇടുന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിലേക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. കണ്ണിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കണ്ണിൻ്റെ മേലെ ഭാഗത്ത് ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ കണ്ണിലേക്കൊന്നും ആവരുത്, കാരണം അതിന് പൊടിയും തരികളൊക്കെ നമ്മൾ കണ്ണിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ബാക്കി ഉണ്ടാവും നമ്മളെ കയ്യിൽ, എന്താ പറയുക, ഈ ക്രീം, അതായത് നമ്മളെ ഈ പാക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. പക്ഷേ ഞാനൊരു പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം ഷോപ്പിലായതുകൊണ്ട് തന്നെ കസ്റ്റമർ വരികയാണെങ്കിൽ എൻ്റെ ഭൂതത്താൻ മുഖം കണ്ട് എല്ലാവരും പേടിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 8 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ്. ഇത് ചെയ്ത് കഴിയുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ തന്നെ അന്തം വിട്ടു പോയിട്ടുണ്ട് ഈ ഒരു റിസൾട്ട് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യണം. അതായത് വെള്ളം ജസ്റ്റ് നനച്ചതിന് ശേഷം വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി കിടക്കില്ല, അപ്പോൾ നമ്മളെ സ്കിന്നിൽ നിന്ന് പോരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത് ഈ എന്താണ് നമ്മളെ ഈ മരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഒരു ഡ്രൈനെസ്. അപ്പോൾ പെട്ടെന്ന് പോരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു വെള്ളം അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് നിങ്ങൾ നല്ല വാട്ടറിൽ കഴുകണമെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്കിത് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ട് നിങ്ങൾ കേട്ടോ, കണ്ടോ, നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടമായി, കാരണം അത്രയും അടിപൊളി റിസൾട്ടാക്കി കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഈ ഒരു കഴുത്തിൻ്റെയും മുഖത്തിൻ്റെയും തമ്മിലുള്ള മാറ്റം നല്ലോണം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്കിതിൽ എത്രത്തോളം ഇത് മനസ്സിലാകണമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് 100% വിശ്വസിക്കുക. ഞാനിതിൽ ചേർത്തിട്ടുള്ള എല്ലാ സാധനം നമ്മളെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്ററുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, എനിക്ക് അത്ര റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിന്നെയും എങ്ങനെ അത് പറഞ്ഞ് പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് നല്ല മാറ്റമുണ്ട്. എൻ്റെ കഴുത്തും എൻ്റെ മുഖം വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയി ചെയ്താൽ ഉറപ്പാണ് നിങ്ങളുടെ സ്കിൻ ടോൺ നന്നായിട്ട് ചേഞ്ച് ആവും കേട്ടോ. എനിക്കെന്ന് പറയാം, അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാൻ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നും തന്നെ പണ്ട് ഇതിന് മുൻപേ കണ്ടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇതിന് മുമ്പ് എന്നെ കണ്ടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ സ്കിൻ ടോണും ആദ്യത്തെ സ്കിൻ ടോണും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനോട് വെച്ചിട്ട് തന്നെ ഒരു ഓയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓയിൽ ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട് കുളിക്കുന്നതിന് മുന്നേ. പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇത് നമ്മൾ ഈ ഒരു പാക്ക് മാക്സിമം ഒന്ന് എന്താ പറയുക, ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എന്താ അറിയുമോ, എനിക്ക് നമ്മളെ ഒരു ഇതുണ്ട്, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ നമ്മളിത് കാണുമ്പോഴുള്ള ഒരു ഇത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ വീഡിയോസ് മാക്സിമം നിങ്ങളെ ഈ ഫ്രണ്ട്സിനും, പിന്നെ അത് പറയണ ഒരു വേറൊരു കാര്യം കേട്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടിട്ട് പോകണേ. നിങ്ങൾക്ക് എന്തതിൽ തോന്നിയിട്ടുള്ള ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇട്ടൂടെ. നിങ്ങൾ ഈ ഇടുന്ന ഓരോ കമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പ്രചോദനം. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാണുന്നുണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ തന്ന സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും
ഒരു ലൈക്കും നിങ്ങൾക്ക് ആർക്കും ഒരു ഛേദം വരാത്ത പരിപാടിയാണത്. ഒരു ലൈക്ക് ഇടുക, ഒരു കമൻറ്റ് ഇടുക. കമൻറ്റ് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. വലിയ ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്.